തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ ഫയൽ നോക്കാൻ പുതിയ സെക്രട്ടറിമാർ. മുനിസിപ്പൽ ഓഫീസിൽ മരപ്പട്ടികളുടെ കസേരകളി. സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ്. എന്നാൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഫയലുകൾ ഇപ്പോൾ മരപ്പെട്ടി നാടയിലാണ്. സെക്രട്ടറിയുടെ അഭാവത്തിൽ ഓഫീസ് ഭരണം ഏറ്റെടുക്കാൻ എത്തിയത് ഒരു പറ്റം മരപ്പെട്ടികളാണ്. സെക്രട്ടറി മീറ്റിംഗിന് പോയ തക്കം നോക്കിയാണ് മരപ്പെട്ടികൾ സെക്രട്ടറിയുടെ റൂമിൽ ചാർജ് എടുത്തത്. കസേരയിലും മേശപ്പുറത്തും ഫയലുകൾക്കിടയിലും ഒരേപോലെ വികരിച്ച ഇവറ്റകളെ കണ്ടാൽ കെട്ടിക്കിടങ്ങുന്ന ഫയലുകളിൽ ഉടൻ തീർപ്പാക്കാൻ എത്തിയ സ്പെഷ്യൽ ഓഫീസർമാരാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. ഓഫീസിനുള്ളിൽ നിന്ന് അസാധാരണമായ ഒച്ചയും ബഹളവും കേട്ട് ജീവനക്കാർ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. മരപ്പെട്ടിക്കൂട്ടം ഫയലുകൾക്കിടയിൽ ഗൗരവമായ ചർച്ചയിലാണ്. വിവരം അറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം സേവി തോമസിനോടൊപ്പം എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒടുവിൽ ഇവരെ ചാക്കിലാക്കി കൊണ്ടുപോയതോടെയാണ് ഭരണസ്തംഭനത്തിന് താൽക്കാലിക ശമനമായത്. രണ്ടെണ്ണത്തിൽ ഒന്ന് ഗർഭിണിയാണെന്ന് അവയെ വനത്തിൽ തുറന്നു വിടണമെന്നും അവർ പറഞ്ഞു. മുനിസിപ്പൽ ഓഫീസ് മന്ദിരം എത്രത്തോളം പ്രകൃതി സൗഹൃദമാണെന്ന് ഈ സംഭവത്തോടെ ലോകമറിഞ്ഞു. വർഷങ്ങളായി മരപ്പെട്ടികൾ ഇവിടെ സ്ഥിരതാമസക്കാരാണെന്ന് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആധുനിക സൗകര്യങ്ങളോടുള്ള സ്മാർട്ട് ഓഫീസുകൾ നിർമ്മിക്കുന്ന ഇക്കാലത്ത് വന്യജീവികൾക്ക് സമാധാനമായി ജീവിക്കാൻ അനുവാദമുള്ള ഇത്തരമൊരു ഓഫീസ് കേരളത്തിൽ വേറെ ഉണ്ടാകില്ല. ആ മുകളിലെ വായന നടക്കാമോ? മുകളിലെ വായന നടക്കാമോ? അത്രയും വേണ്ട. നിക്കടാ കുമ്മാവ് കാണിക്കണതിന്റെ കൈ നോക്കണ്ട. കോതമംഗലത്തെ RRT ടീം വന്നിട്ടാണ് ഇപ്പൊ ഈ 2 മരപ്പെട്ടികളെ നമ്മുടെ നഗരസഭയുടെ ഓഫീസിനുള്ളിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട സേവിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം കൂടെ കൂടി പെട്ടെന്ന് വന്ന് ചെയ്യുകയായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു നഗരസഭ ഓഫീസിന്റെ ഒരു അവസ്ഥ തന്നെയാണ്. കാലാകാലങ്ങളായിട്ട് നമ്മൾ ജനക്ഷേമ പ്രവർത്തനത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ പലപ്പോഴും ഓഫീസിന്റെ ഒരു റീസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ റെനോവേഷൻ പലപ്പോഴും അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൌൺസിലുമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിന്റെ സീലിംഗ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ റെക്ടിഫിക്കേഷൻസും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഇരുന്ന് ജോലി ചെയ്യുവാനായിട്ട് പല സ്ഥലങ്ങളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും സൗകര്യങ്ങളുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൌൺസിലുമായിട്ട് കൂടി ആലോചിച്ച് ഈ നഗരസഭ കൈക്കൊള്ളുക തന്നെ ചെയ്യും. കെട്ടിടം തീരെ ദ്രവിച്ച അവസ്ഥയിലാണെന്നും ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞുവെങ്കിലും മരപ്പെട്ടികൾക്ക് കിട്ടിയ ഭാഗ്യം പോലും മൂവാറ്റുപുഴയിലെ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് ജനസംസാരം. എന്തായാലും മൂവാറ്റുപുഴയിലെ ഈ മരപ്പെട്ടി വാർത്ത കേട്ട് മറ്റു മുനിസിപ്പാലിറ്റികളുടെ മരപ്പെട്ടികളും ഇപ്പോൾ സെക്രട്ടറിയുടെ കസേര സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ചിലർ അടക്കം പറയുന്നത്. ഓഫീസിൽ ഉദ്യോഗസ്ഥരില്ലെങ്കിലും ഫയലുകൾ നോക്കാൻ ചില വന്യമായ ഇടപെടലുകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് കൂടി തെളിയിക്കുകയാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.